നമസ്കാരം. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ LDFന് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ളതല്ല പ്രധാനം. മറിച്ച് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം നേടി മൂന്നാമതും സർക്കാർ രൂപീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്കുള്ള ഒരു മോഡൽ, ഒരു മാതൃക അത് സൃഷ്ടിക്കുകയാണ് നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലൂടെ LDF ചെയ്യുന്നത്. അത് വളരെ വ്യക്തവുമാണ്. ആ മോഡൽ എന്തായിരിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ എന്താണ് എന്നുള്ളത് തുടക്കം മുതൽ നമുക്കത് കാണാവുന്നതാണ്. കാരണം നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു LDFന് ഇപ്പം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു പൊതുസമ്മതനായ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ കൊണ്ടുവരിക, അതല്ലെങ്കിൽ ഇപ്പം അൻവറിനെ പോലുള്ള ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തി അവിടെ നിർത്തി മത്സരിപ്പിക്കുക. മാത്രവുമല്ല, അൻവറിനേക്കാൾ സ്വാധീനമുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ മാത്രമേ നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ സാധാരണഗതിയിൽ കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ നോക്കുകയാണെങ്കിൽ LDFന് ജയസാധ്യതയുള്ളൂ. അത്തരമൊരു സാഹചര്യത്തിലാണ് പാർട്ടി ചിഹ്നത്തിൽ, അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ഹിന്ദു സമൂഹത്തിനിടയിൽ നിന്ന്, അതല്ലെങ്കിൽ BJP അനുകൂലിക്കുന്ന ഹിന്ദു സമൂഹത്തിനിടയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എതിർപ്പ് ഏറ്റുവാങ്ങാൻ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് M സ്വരാജ്. അപ്പോൾ അത്തരം ഒരു സ്ഥാനാർത്ഥിയെ ഇവിടെ നിലമ്പൂരിൽ നിന്ന് മത്സരിപ്പിച്ച് ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യുക, ഒരു മോഡൽ ഇപ്പം ഒരു വളരെ ഡിസൈൻ ചെയ്ത ഒരു മോഡലിനെ അത് പ്രാവർത്തികമാക്കി എടുക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് LDF അവിടെ ചെയ്തത്. കൂട്ടത്തിൽ ജയിക്കുന്നെങ്കിൽ അതും വലിയൊരു ബോണസ്. അപ്പം എന്താണ് ബോണസ് എന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു അവസാനത്തെ ഏറ്റവും ഒടുവിലത്തെ ഒരു തെളിവാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ കഴിഞ്ഞ 50 വർഷത്തിന് മുമ്പ്, അല്ലെങ്കിൽ അടിയന്തരാവസ്ഥക്കെതിരെ RSSുമായി CPM ചേർന്നിരുന്നു എന്നുള്ള പ്രസ്താവനയും, തുടർന്ന് മുഖ്യമന്ത്രി അതിനെ എതിർത്തുകൊണ്ട് RSSനെ ശക്തമായിട്ട് എതിർക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് തങ്ങളുടേതെന്നും ഒരിക്കലും ഇന്നലെയും ഇന്നും നാളെയും അവരുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല എന്നും പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾക്ക് ഇന്ന് പുറമേ കാണുന്ന ഒരു പ്രസ്താവനകളും അതേപോലെ തന്നെ നിലപാടുകളും ഒന്നും ആയിരിക്കത്തില്ല പിന്നാമ്പുറത്ത് നടക്കുന്നത്. അപ്പം ഇവിടെ പലരും പല മാധ്യമങ്ങളും ഒക്കെ ചർച്ച ചെയ്യുന്നത് ഇത് MV ഗോവിന്ദന്റെ ഒരു സ്വകാര്യ അജണ്ട, അതല്ലെങ്കിൽ M സ്വരാജിനെ പരാജയപ്പെടുത്താൻ വേണ്ടി പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള ചില സമീപനങ്ങളുടെ ലക്ഷണം എന്നൊക്കെയാണ്. യഥാർത്ഥത്തിൽ ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ട് തന്നെ, അതല്ലെങ്കിൽ പാർട്ടി അറിഞ്ഞുകൊണ്ട് തന്നെ, ഒരുപക്ഷെ ഇടതുപക്ഷ മുന്നണി അറിയണമെന്നില്ല, പാർട്ടി അറിഞ്ഞുകൊണ്ട് തന്നെ നടപ്പിലാക്കിയ ഒരു പദ്ധതിയായിരിക്കും. കാരണം ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ആൾക്കാരുടെ മനസ്സിൽ, അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിൽ ചെന്ന് വീഴുന്ന ഒരു സംഗതി എന്താണ്? ഒരു പതോളജിക്കൽ ലാബിൽ നമുക്ക് രക്തം പരിശോധിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള സംഗതികൾ കിട്ടും എന്ന് പറഞ്ഞതുപോലെ ആ ഒരു മനസ്സോടുകൂടി, അല്ലെങ്കിൽ ആ ഒരു സൂക്ഷ്മ ദൃഷ്ടിയോടുകൂടി ഈ സംഭവത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവസാനമായി കാണാൻ കഴിയുന്നത് CPM RSS അല്ലെങ്കിൽ BJP ബന്ധം, അല്ലെങ്കിൽ CPM-ഉം ഹിന്ദു സമൂഹവുമായിട്ടുള്ള ബന്ധം. അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹിന്ദു പാർട്ടി എന്ന് പറയുന്നത് CPM ആണ്. അപ്പൊ ഇവിടെ ആ സാഹചര്യത്തിൽ എന്തായിരിക്കണം അടുത്ത മോഡൽ? അടുത്ത മോഡൽ എന്ന് പറയുന്നത് CPM എടുക്കാൻ പോകുന്ന നിലപാട് അതല്ലെങ്കിൽ ആ വരുന്ന തെരഞ്ഞെടുപ്പിലേക്ക് മുഖ്യ കേന്ദ്ര ബിന്ദുവായിട്ട് മാറ്റാൻ പോകുന്ന നിലപാടെന്ന് പറയുന്നത് മുസ്ലിം വിരോധം, അതല്ലെങ്കിൽ മുസ്ലിം തീവ്രവാദം ഉയർത്തുന്ന ഭീഷണിയും, അതിനെതിരെ ഹിന്ദുക്കളെ അല്ലെങ്കിൽ ഹിന്ദു മതക്കാരെ ഒന്നിപ്പിക്കുക, അതല്ലെങ്കിൽ അവരോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതായിരിക്കും ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ നേതൃത്വത്തിൽ നടക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിന്റെ കേന്ദ്രബിന്ദു. അതേസമയത്ത് RSSനെയും BJP-യും ഒക്കെ ശക്തമായി എതിർക്കുകയും ചെയ്യും. അതിൻ്റെ കൃത്യമായ തെളിവാണ് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതും
തുടർന്ന് മുഖ്യമന്ത്രി ഇത് CPM-ന്റെ നിലപാടാണ് എന്ന് പറഞ്ഞത് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ആ ഒരു വിരോധാഭാസമൊക്കെ CPM-ന്റെ നിലപാടാണ്. ഇന്നലെയും ഇന്നും നാളെയും RSS-ഉമായിട്ട് ബന്ധമില്ല. അതായത് CPM-ന്റെ ഒരു രാഷ്ട്രീയ നിലനിൽപ്പ് തന്നെ എന്തിനേയും ശക്തമായി എതിർക്കാനുള്ള പോയിന്റുകൾ നിരത്തുക, അത് വളരെ കൺവിൻസിങ് ആയിട്ട് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ നിലപാട് ശരിയായി, അതായത് പ്രതിരോധിക്കുക എന്നുള്ളതാണ് CPM-ന്റെ ഒരു രാഷ്ട്രീയ സമീപനം എന്ന് പറയുന്നത്. അവ പ്രതിരോധിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ തങ്ങൾക്ക് പിന്നെ തങ്ങളുടെ അജണ്ടകളുമായിട്ട് മുന്നോട്ട് പോകാമെന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് വരാൻ പോകുന്നത്, നമ്മളിപ്പോൾ നിലമ്പൂർ മോഡലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം ജമാഅത്തെ ഇസ്ലാമിയുടെ അന്താരാഷ്ട്ര തലത്തിലുള്ള നിലപാടുകൾ നമുക്കറിയാം. അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം മുന്നോട്ട് വയ്ക്കുന്ന ഒരു സംഘടനയാണ്. അത് കേരളത്തിൽ മാത്രം അതിന് പ്രത്യേകിച്ചൊരു അജണ്ടയിലേക്ക് അത് വരണം എന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ തീവ്ര മുസ്ലിം അതല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദവുമായി ചേർന്ന് നിൽക്കുന്നതാര്, ഇവിടെ വളരെ വ്യക്തമായിട്ട് VD സതീശൻ തന്നെ പറയുകയുണ്ടായി, UDF തന്നെ പറയുകയുണ്ടായി, ജമാഅത്തെ ഇസ്ലാമിക്ക് അതല്ലെങ്കിൽ ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് തീവ്ര ഒരു നിലപാടുകളൊന്നും ഇപ്പൊ ഇല്ല എന്ന് പറഞ്ഞ് ഈ ജമാഅത്തെ ഇസ്ലാമിയെ തങ്ങളോട് ചേർത്ത് വെച്ചു. അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമി തീവ്രമായ ഇസ്ലാമിക നിലപാട് അല്ലെങ്കിൽ ഇസ്ലാം തീവ്രവാദം പ്രചരിപ്പിക്കുന്നതാണ്. ഇത് ഇവിടുത്തെ BJP-യുടെയും RSS-ന്റെയും പ്രചാരണം തന്നെയാണ്. അപ്പൊ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ ഇസ്ലാമിക തീവ്രവാദത്തെ ചേർത്ത് പിടിക്കുന്നതാര്, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതാര്, അതോടൊപ്പം അതിനെ എതിർക്കേണ്ട ആവശ്യകത, അതിനോട് ചേർന്ന് നിൽക്കുന്നതാര് എന്ന് വരുമ്പോൾ അത് LDF തന്നെയായിരിക്കും. അപ്പൊ ആ ഒരു മോഡലിനെ ഇപ്പൊ പുതിയ ഭാഷയിൽ പറഞ്ഞാൽ ക്യൂറേറ്റ് ചെയ്തെടുക്കുക എന്ന് പറയും, അതിനെ പരുവപ്പെടുത്തിയെടുക്കുക. ആ പരുവപ്പെടുത്തിയെടുക്കുന്ന പ്രക്രിയയാണ് ഇപ്പോൾ നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ നാം കാണുന്നത്. മാത്രവുമല്ല, ചിലപ്പോൾ ഒരു പക്ഷേങ്കിൽ ഇവിടെ M സ്വരാജ് ഒരു പക്ഷേ വേണമെങ്കിൽ ബലിയാട് പോലും അതിനുവേണ്ടി ആക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് വന്നുകൂടായുമില്ല. കാരണം യുവതലമുറയിൽ ഇപ്പം പാർട്ടിയുടെ ശ്രേണിയിലൊക്കെ നോക്കുകയാണെങ്കിൽ പലർക്കും, ഉദാഹരണത്തിന് മുഹമ്മദ് റിയാസിന് പോലും ഒരു ഭീഷണിയായിട്ടൊക്കെ വേണമെങ്കിൽ നാളെ ഉയർന്നു വരാവുന്ന ഒരു നേതാവ് കൂടിയാണ് M സ്വരാജ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു മോഡലിനെ സൃഷ്ടിക്കലാണ്, പരുവപ്പെടുത്തലാണ് ഇപ്പോ നിലമ്പൂരിൽ നടക്കുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും ആര് തോൽക്കും എന്നുള്ളതല്ല ഏറ്റവും പ്രധാനം, മറിച്ച് വരുന്ന തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്ന രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയവും കേരളത്തിലെ മതവും ആയിട്ട് എങ്ങനെ, അല്ലെങ്കിൽ മതവുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതിന്റെ കൃത്യമായ ഒരു രൂപം ഇവിടെ തെളിഞ്ഞു വരും. ഇതിന്റെ ഫലം അല്ലെങ്കിൽ ഇതിന്റെ ഗുണം ആർക്കാണ് കൂടുതൽ കിട്ടുക എന്ന് വെച്ചാൽ ഒരു സംശയമില്ല, അത് ഭാവിയിൽ BJP-ക്ക് തന്നെയായിരിക്കും. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ പോലും ഇതിന്റെ പ്രയോജനം BJP-ക്ക് നന്നായി ലഭിക്കുകയും ചെയ്യും. കാരണം ഭാവിയിൽ എന്തുകൊണ്ടത് BJP-ക്ക് വലിയ ഗുണമാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം വളരെ ലളിതമാണ്. കാരണം ശരിയാണ്, CPM തന്നെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്ന് പറയുന്നത്. പക്ഷേ ഹിന്ദുത്വം അതല്ലെങ്കിൽ ഹിന്ദു വൈകാരികതയെ ചേർത്ത് പിടിക്കുന്ന പാർട്ടി, അത് നാളെ ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസ്ഥ വരുമ്പോൾ ജനങ്ങളുടെ മുമ്പിൽ രണ്ട് ചോയ്സ് ആണുള്ളത്. ഒന്ന് ട്രൂ കോപ്പിയും മറ്റൊന്ന് ഫോട്ടോസ്റ്റാറ്റും. ഇപ്പൊ ട്രൂ കോപ്പിയും ഫോട്ടോസ്റ്റാറ്റും രണ്ടും നമ്മളുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ ഏതാണ് നമുക്ക് കൂടുതൽ അഭികാമ്യം, സ്വീകാര്യത അല്ലെങ്കിൽ സ്വീകാര്യമെന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. അത് ട്രൂ കോപ്പി തന്നെയായിരിക്കും. അവിടെയാണ് BJP ഈ ഒരു മോഡലിൽ നിന്ന് ഈ കേരളത്തിൽ നേട്ടം ഉണ്ടാക്കാൻ പോകുന്നത്.